നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസത്തിൽ തിയേറ്ററുകളിലെത്തിയ ഇത്തിരി നേരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. റോഷൻ മാത്യു ആണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രം തിയേറ്ററിൽ സാമ്പത്തികമായി വലിയ പരാജയമായിരുന്നു. ഏകദേശം 4-5 ദിവസം മാത്രമേ ചിത്രം തിയേറ്ററുകളിൽ ഓടിയിട്ടുമുള്ളൂ. ഇപ്പോൾ ഇതാ ചിത്രം ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്കൊന്ന് ചർച്ച ചെയ്താലോ? പ്രണയവും നഷ്ടപ്രണയവും പ്രണയം വീണ്ടെടുക്കലുമെല്ലാം മലയാള സിനിമയിൽ തന്നെ എത്രയോ തവണ പറഞ്ഞ പ്രമേയമാണ്. ആ പ്രമേയത്തെ എങ്ങനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാമെന്ന ചോദ്യത്തിനുത്തരമാണ് ഇത്തിരി നേരം എന്ന മലയാള ചലച്ചിത്രം. വിശാഖ് ശക്തിയുടെ തിരക്കഥയിൽ പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് സംവിധായകൻ ജിയോ ബേബിയാണ്. റോഷൻ മാത്യുവും ഷെറിൻ ഷിഹാബുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു രാത്രി മുതൽ പിറ്റേ ദിവസം നേരം പുലരും വരെയുള്ള കാലയളവിൽ നായകന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത്തിരി നേരം എന്ന സിനിമ ചർച്ച ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ വർഷങ്ങൾക്ക് ശേഷം നായകൻ വീണ്ടും കാണാനിടയാകുന്നു. അവർ തമ്മിലുള്ള ആ ഇത്തിരി നേരമാണ് കഥയുടെ സന്ദർഭം എന്ന് പറയുന്നത്. അവർ കണ്ടുമുട്ടുന്ന ആ രാത്രിയിൽ രണ്ടു പേർക്കുമിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. റോഷൻ മാത്യു അവതരിപ്പിച്ച അനീഷും ഷെറിൻ ഷിഹാബ് അവതരിപ്പിക്കുന്ന അഞ്ജന എന്ന കഥാപാത്രങ്ങളും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ സഞ്ചാരം. ഇരുവരുടെയും പ്രണയവും പ്രണയ തകർച്ചയുമെല്ലാം ഈ സംഭാഷണങ്ങളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ പോലും ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലേക്ക് സംവിധായകനും തിരക്കഥാകൃത്തും പോകുന്നില്ല. അനീഷിന്റെയും അഞ്ജനയുടെയും പ്രണയത്തിന്റെ ആയം പ്രേക്ഷകർ ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ സ്വയം വരഞ്ഞു കാണട്ടെ എന്നാണ് സിനിമ ആഗ്രഹിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഗാനങ്ങളെല്ലാം മികച്ചത് തന്നെയാണ്. അതും ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. റോഷൻ മാത്യു, ഷെറിൻ ഷിഹാബ് എന്നിവരാണ് നായകനും നായികയുമായി നിറഞ്ഞു നിൽക്കുന്നത്. അനീഷും അഞ്ജനയുമായി മികവുറ്റ പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന മുൻ കാമിതാക്കൾ എന്ന സങ്കല്പം തിരുത്തിയെഴുതുന്നുണ്ട് ഈ കഥാപാത്രങ്ങൾ. പലതരം ബന്ധങ്ങളെക്കുറിച്ച് അനീഷ് എന്ന കഥാപാത്രത്തിലൂടെ സംവിധായകരും തിരക്കഥാകൃത്തും സംസാരിക്കുന്നുണ്ട്. അഞ്ജനയോടായാലും രായണ്ണൻ, ചഞ്ചൽ എന്ന സുഹൃത്തുക്കളോടായാലും തുറന്ന ബന്ധമാണ് അനീഷിനുള്ളത്. ഈ 3 പേരോടും തന്റെ ഉള്ളിലുള്ളത് അനീഷ് തുറന്നു പ്രകടിപ്പിക്കുന്നുണ്ട്. നന്ദു ആനന്ദ്, മന്മഥൻ എന്നിവരാണ് യഥാക്രമം രായണ്ണനും ചഞ്ചലുമായി എത്തുന്നത്. വായിൽ തിരുവനന്തപുരം ഭാഷ മാത്രം വരുന്ന രായണ്ണനെ നന്ദു ഗംഭീരമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അനീഷ് എന്ന കഥാപാത്രത്തിന്റെ ശക്തി കൂടിയാണ് അയാൾ. ചുരുക്കി പറഞ്ഞാൽ തിയേറ്ററിൽ വിജയിക്കാതെ പോയി OTT-യിൽ വലിയ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ചലച്ചിത്രം തന്നെയാണ് ഇത്തിരി നേരം.